അസ്സലാമു ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റമദാൻ സ്പെഷ്യലായിട്ടുള്ള നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്കാണ്. റമദാന് മാത്രമല്ല, ഇത് ചൂട് സമയത്തും കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. വളരെ ഈസിയാണ്, സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്കായിട്ട് നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോൺഫ്ലോറിന് പകരമായിട്ട് നമുക്ക് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ അതൊരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ പാൽപ്പൊടിയാണ്, മിൽക്ക് പൗഡർ. അപ്പോൾ അത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും വേണം കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് ഒരു കുറച്ച് പാൽ, അതായത് ഒരു 2-3 ടേബിൾ സ്പൂൺ അത്രയൊക്കെ വരും. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ സബ്ജ സീഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കുതിരാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കാം. അപ്പോൾ ഒന്ന് കുതിർന്ന് വരട്ടെ അത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പാലിൻ്റെ ഒരു കൂട്ട് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അത് നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന്. പാല് ഞാനൊരു 3 കപ്പ് ആണ് എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ കോൺഫ്ലോറും പാൽപ്പൊടിയും ഒക്കെ കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചല്ലോ. അപ്പോൾ ആ ഒരു കൂട്ട് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ വേണ്ടത് ആവശ്യത്തിനുള്ള മധുരമാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അതും കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അപ്പോൾ എന്നിട്ട് ഈ പാല് നമുക്കൊന്ന് കാച്ചിയെടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ ഫ്രൂട്ട്സും കൂടെ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു മധുരവും കൂടെ നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു അളവിൽ ചേർത്തത്. അപ്പോൾ ഇനി എന്നിട്ടും മധുരം ഇതിൽ കൂടുതൽ വേണം എന്നുള്ളവർ അതിൽ കൂടുതൽ ചേർക്കാം. പക്ഷേ ഈ ഒരു അളവിൽ ചേർക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു നോർമലായിട്ട് കുടിക്കാനുള്ളൊരു മധുരം കിട്ടും. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇതൊന്ന് കുറുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് വാനില പൗഡർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കോൺഫ്ലോർ മിക്സ് ചെയ്ത് വെച്ചല്ലോ, അപ്പോൾ ആ ഒരു സമയത്ത് ചേർത്താൽ മതി. അപ്പോൾ ഞാനിതിവിടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നന്നായിട്ട് തണുക്കാനായിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു മാങ്ങ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പഴുത്ത മാങ്ങയാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് പഴമാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് റോബസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറുപഴം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ചെറുപഴമാണെങ്കിൽ ഒരു 2 എണ്ണം വരെയൊക്കെ എടുക്കാം. അപ്പോൾ ഞാനിത് റോബസ്റ്റ 1 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ആപ്പിളാണ്. ആപ്പിൾ ഞാനിവിടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അരിഞ്ഞെടുക്കുവാണെങ്കിൽ വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാനായിട്ട് നോക്കണേ. അപ്പോൾ ഇത് 3ഉം കൂട്ടിയിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ട കാര്യമില്ല. ഇതുപോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ മാഷറോ ഒക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുക. കുടിക്കാനല്ലേ നമ്മളതുകൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനെ വലിയ പീസായിട്ട് കിടന്നു കഴിഞ്ഞാൽ അതൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാൻ ദേ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. ഈന്തപ്പഴമാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സബ്ജ സീഡ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ കുറുക്കിയെടുത്ത പാലുണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. കുറച്ച് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി ഉണ്ടായിരുന്ന പാലും കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു തണുപ്പോട് കൂടി കുടിക്കാനാണിത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നോമ്പ് സമയത്തും അതുപോലെ തന്നെ ചൂട് സമയത്തും ഒക്കെ കുടിക്കാൻ പറ്റിയ ശരിക്കും നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക.